ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ 11 ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. തെറ്റായതിനെ വിട്ടുകളഞ്ഞ് നന്മയെ ചേർത്ത് നിർത്തുവാൻ ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 18 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. നിത്യജീവൻ പ്രാപിക്കാനായി യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്ന ധനികനായ പ്രമാണിയെ നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ സാധിക്കും. എന്നാൽ കർത്താവിൻ്റെ മറുപടി അവനെ എത്രയധികം സങ്കടപ്പെടുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ആ വ്യക്തി തൻ്റെ സമ്പത്തിനെ വളരെയധികം സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരുന്നു. ഈ നോമ്പുകാലം നമുക്ക് മുന്നിൽ വെക്കുന്ന ഒരു ചോദ്യമുണ്ട്. നമ്മെ അമിതമായി ഭരിക്കുന്ന ലൗകിക കാര്യങ്ങളെ വിട്ടുകളയാൻ നമുക്ക് സാധിക്കുമോ? കാൽവറിയിൽ നമ്മൾക്ക് ജീവിതം ത്യജിച്ച ക്രിസ്തു നമ്മളിലേക്ക് നൽകുന്ന ചോദ്യം ഇതാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റി നമ്മെ ഭരിക്കുന്ന സുഖങ്ങൾ ഏതൊക്കെയായിരിക്കും? സമ്പത്തോ, ലഹരിയോ, വിനോദമോ, സോഷ്യൽ മീഡിയയോ തുടങ്ങിയ ഏതെങ്കിലും? ക്രിസ്തു ആനന്ദിക്കുന്നതിനെ വിലക്കുന്നില്ല. എന്നാൽ നമ്മെ നന്മയിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുന്ന കാര്യങ്ങളെ നാം ത്യജിക്കേണ്ടതുണ്ട്, വിട്ടുകളയേണ്ടതുണ്ട്. പ്രമാണിയോട് തനിക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ ക്രിസ്തു പറയുന്നുണ്ട്. ആർക്കാണ് എന്തെങ്കിലും കൊടുക്കാൻ നാം താല്പര്യപ്പെടാറുള്ളത്? സ്നേഹിക്കുന്നവർക്കായിരിക്കും. നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവർക്കായിരിക്കും നമ്മൾ എന്തെങ്കിലും നൽകാൻ താല്പര്യപ്പെടാറ്. ഇവിടെ ക്രിസ്തു തൻ്റെ അടുത്ത് വന്ന വ്യക്തിയോട് പറയാൻ ശ്രമിച്ചതായി എനിക്ക് തോന്നിയത്, നിന്നിലും ബലഹീനരായവരെ, സാമ്പത്തികമായോ ശാരീരികമായോ ബലഹീനരായവരെ സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനുമാണ്. വേദപുസ്തകം സ്നേഹത്താൽ എഴുതപ്പെട്ടതാണ്. ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം മറ്റുള്ളവരെ സ്നേഹിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരുടെ ആവശ്യങ്ങൾക്ക് തണലാകാനും അവരെ കരുതുവാനുള്ള മനസ്സ് നമ്മൾ വളർത്തിയെടുക്കണം. ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഭരിക്കുന്ന കാര്യങ്ങളെ, വസ്തുക്കളെ ത്യജിക്കാനും മറ്റുള്ളവരെ ചേർത്ത് നിർത്തുവാനും സ്നേഹിക്കുവാനും കഴിയട്ടെ. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.